സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴയിൽ മരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു. കഴക്കൂട്ടം കുളത്തൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്തു നിന്നും, വിനീത വി ജി കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിനീത വി ജിയിലേക്ക്. വിനീത, എന്താണ് വിവരങ്ങൾ? വേണു, കൊച്ചിയിൽ ഇന്ന് എറണാകുളത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും ചെറിയ തോതിൽ മഴയുണ്ട്. നഗരമേഖലകളിലാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മഴ ഇന്ന് കൂടുതൽ ശക്തമാകുന്നത്. ഒപ്പം തന്നെ കോതമംഗലം, മൂവാറ്റുപുഴ പോലുള്ള മലയോര മേഖലകളിൽ ഇന്ന് പൊതുവെ മഴയ്ക്ക് ഒരു അല്പം കുറവുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. നഗരത്തെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരമേഖലകളിലൊക്കെ ഈ മഴയൊന്ന് കനക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ നഗരസഭയുടെയൊക്കെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊരല്പം മഴയ്ക്കൊരു ആശ്വാസമുണ്ടെന്ന് കൂടി പറയേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ എങ്കിൽ പോലും പലയിടങ്ങളിലും മഴ ചെറുതായൊക്കെ തന്നെ ചാറ്റൽ മഴ ഇപ്പോഴും ഉണ്ട്. ഒപ്പം ഈ നമുക്ക് ലഭ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ്. ഒപ്പം തന്നെ എറണാകുളത്തെ തീരദേശ മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും കടൽക്ഷോഭത്തിനും ഒക്കെയുള്ള ഒരു സാധ്യത കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. വേണു.